ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വീടിൻ്റെ അടുത്തൊരു സ്കൂളുണ്ട്. അവിടുത്തെ 100ാം വാർഷികമാണ് ഈ ഫെബ്രുവരി 13. അപ്പോൾ എൻ്റെയും അനഘയുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അനഘേനെ എല്ലാവർക്കും ഒരുവിധം അറിയാം. എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ എൻ്റെ ഒപ്പം റീൽസ് ഇടുന്ന കുട്ടിയാണ് അനഘ. അപ്പോൾ അനഘയുടെ അമ്മ അവിടുത്തെ സ്റ്റാഫാണ്, ടീച്ചറാണ്, അവിടെ വർക്ക് ചെയ്യുന്നത് പ്രൈമറി കുട്ടികളുടെ. അപ്പോൾ അവൾ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പ്രാക്ടീസിന് വേണ്ടി പോകുന്ന പോക്കാണ്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഓട്ടോ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യപരീക്ഷണം മാത്രം. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു ഓട്ടോ കിട്ടിയത്. അവളാണെങ്കിൽ സ്കൂളിലെത്തിയിട്ട് കുറേ നേരം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, എത്തി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഓട്ടോ കിട്ടണ്ടേ. പിന്നെ 10 മണി എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ 11:30 ഇറങ്ങുന്ന ടീംസ് ആയതുകൊണ്ട് പിന്നെ സ്കൂളിലെത്തി. ഈ സ്കൂളിൽ കുറേ മെമ്മറീസ് ഉണ്ട് കേട്ടോ. ഒരു വർഷത്തിന് ശേഷം പിന്നെ ഞാൻ ഈ സ്കൂളിലേക്ക് വരുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടുത്തെ വാർഷികത്തിൻ്റെ വെൽക്കം ഡാൻസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വർഷം വെൽക്കം ഡാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ നിൽക്കുന്നതാണ് അനഘയുടെ അമ്മ, ഇതാണ് എൻ്റെ അനഘ. എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഈ ക്ലാസ് റൂം കണ്ടപ്പോഴായിരുന്നു. കാര്യം കഴിഞ്ഞ വർഷം ഞാൻ വരുമ്പോൾ ഇത് 1ാം ക്ലാസ് ആയിരുന്നു. ഇപ്പോൾ ഭരണകൂടാരൊക്കെ പാസ്സാക്കി ഇതിപ്പോൾ പ്രൈമറി ആക്കി മാറ്റിയിട്ടുണ്ട്. പ്രൈമറി ആക്കി മാറ്റി ഇപ്പോൾ മക്കളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ടോയ്സും അവർ ചെയ്ത ആക്ടിവിറ്റീസും എല്ലാം ഇവിടെ വെച്ചിട്ട് ഒരു അടിപൊളി കളർഫുൾ ക്ലാസ് റൂമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ നഴ്സറി ക്ലാസ്സൊക്കെ ഓർത്തേ. ഞാൻ തൃശ്ശൂരാണ് കേട്ടോ പഠിച്ചത്. ആ സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നോർമലി നമ്മൾ ചുമരിലൊക്കെ ചിത്രം വരയ്ക്കുമെങ്കിലും ഇതുപോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തിനാ കുറേ പറഞ്ഞ സബ്ബ് വരെ ഇവർക്ക് സ്വന്തമായിട്ട് ക്ലാസ് റൂമിലുണ്ട്. പിന്നെ ഈ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇവിടെ വരാനും ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ. കാര്യം കഴിഞ്ഞ വർഷം ഒരു 10-15 ദിവസം വെൽക്കം ഡാൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടുത്തെ ഓരോ സ്റ്റാഫും എൻ്റെ അടുത്ത് അത്ര നന്നായിട്ട് പെരുമാറിയ, അവരൊപ്പം ഇരുന്ന് കഴിക്കാനും അവരെന്തൊരു കാര്യത്തിനും, ഞാൻ ടീച്ചറല്ല പക്ഷേ എല്ലാ കാര്യത്തിനും അവരെന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മൊത്തം ക്ലാസ് റൂം ചുറ്റി കാണുമ്പോഴായിരുന്നു ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നത്. ഒരാൾ കിട്ടിയ ഇതിനെന്താ പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഈ സാധനം വെച്ച് ഭയങ്കര ഊത്തായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ഓരോ ടോയ്സ് എടുത്ത് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. അനക്ക് അതും കൈ പിടിച്ച് ഊതുന്നുണ്ടെങ്കിലും ഞാനും ഓരോ സാധനങ്ങൾ കാണുമ്പോൾ അത് എന്താണെന്നറിയാനുള്ള ക്യൂരിയോസിറ്റിക്ക് ഓരോന്നെടുത്ത് നോക്കലാണ്. ഇതൊക്കെ എന്താ സാധനങ്ങളൊന്നും പോലും എനിക്കറിയാൻ പാടില്ല. പക്ഷേ എൻ്റെ ഒരു മനസ്സിൽ വന്ന ഐഡിയ ഇത് തിരിക്കാനായിരുന്നു. ഇത്രയും വലിയ ശരീരം വെച്ച് ഞാൻ ഇത്ര ചെറിയ റിങ്ങിൽ കറക്കി കഴിഞ്ഞാൽ അത് കറങ്ങുമോ? ഇല്ല. പരാജയപ്പെട്ടപ്പോൾ പയ്യ ആ സാധനം അവിടെ കൊണ്ടുവച്ച്. പിന്നെ നേരെ എൻ്റെ കണ്ണ് പോയത് ഈ ബോർഡിലേക്കാണ്. ബോർഡിൽ ഇത് കാന്തമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങളാണ്. പിന്നെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുമായിരുന്നു ഞാൻ. മൊത്തം ഓർഡർ തെറ്റി കിടക്കുമായിരുന്നു. കാർഡ്, വീട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഓർഡർ ആക്കി വെക്കലായിരുന്നു എൻ്റെ നെക്സ്റ്റ് പ്ലാൻ. പിന്നെ ഞാൻ കുറേ നോക്കിയപ്പോൾ ഇങ്ങനെ ഈ വള ഇപ്പോഴും ഇങ്ങനെ പൂരത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ വള തന്നെ ഉണ്ടായിരുന്നു കയ്യിലിടുന്നത്. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നണമല്ലോ. ഇപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് അറിയുന്നില്ല. ഇപ്പോഴും ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ എല്ലാം കഴിഞ്ഞ് അവിടുത്തെ കലാപരിപാടികൾക്കൊക്കെ ശേഷം ഞങ്ങൾ ഞങ്ങളുടെ പരിപാടിക്ക് കടന്നു. ഡാൻസ് പ്രാക്ടീസ്. പാട്ടിപ്പോൾ ഞാൻ പറയുന്നില്ല, ഡാൻസ് എന്തായാലും വീഡിയോ ആയിട്ടിടും. പിന്നെ വേളകളിൽ ആനന്ദകരമാക്കാൻ ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ ഞങ്ങളുടെ ഇടയിൽ കൂടെ നടത്തുന്നുണ്ട്. എന്താ, അത് നല്ലതല്ലേ? പിന്നെ ഈ കുതിരേനെ കണ്ടപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കഴിഞ്ഞപ്പോൾ മനസ്സിന് എന്തോ ഒരു സുഖം. പിന്നെ ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ഒരാൾ കൈ വെക്കണോ കാല് വെക്കണോ എന്നും പറഞ്ഞിട്ട് ചാടി നടക്കുന്നു. പിന്നെ ഇവിടെ ഞങ്ങൾ മാത്രമല്ല, ശനിയാഴ്ച ഇതിൻ്റെ സ്കൂൾ ഉണ്ടായിരുന്നില്ല, പണിക്കാരുണ്ടായിരുന്നു. വർണ്ണക്കൂടാരത്തെ എൻ്റെ ബാലൻസ് പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക സ്കൂള്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പുറത്തൊരു ഡോറ് കണ്ട് പയ്യെ അങ്ങോട്ട് തിരിഞ്ഞ്. കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ ഇത് 3ാം ക്ലാസ് ആയിരുന്നു. പിന്നെ അങ്ങോട്ട് കയറിയപ്പോൾ നമ്മുടെ മേഖലകൾ വീണ്ടും വന്നു. കുറേ ടോയ്സ്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാര്യം 25+ ആണെങ്കിൽ പോലും ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ നമ്മളറിയാതെ അതിലേക്കൊന്ന് ആകർഷിതയായിപ്പോവും. അങ്ങനെയാണ്. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ എന്ന് വരെ ആലോചിച്ചു. അങ്ങനെ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് കുറേ നോക്കി കുറേ അവരെ വെച്ച് ഫോട്ടോ എടുത്ത്. പിന്നെ സ്പൈഡർമാൻ ഉണ്ടായിരുന്നു, കുരങ്ങൻ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ നല്ല രസമായിരുന്നു. കാര്യം കുട്ടികളാവുമ്പോൾ അവരൊരു ലോകമാണത്. അതേപോലെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തത് എല്ലാ കാര്യങ്ങളും. അതായത് കുറേ വണ്ടികളും അങ്ങനെ കുറേ ടോയ്സും. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു മനസ്സിക്കുത്താണ് കേട്ടോ വന്നേ. ഈ കാലഘട്ടത്തിൽ എങ്ങാനും ജനിച്ച് പഠിച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഈ ക്ലാസ് റൂം കണ്ടപ്പോൾ മുതൽ ഞാൻ അറിയാതെ ഒരു നഗവിലിയായി മാറി കേട്ടോ. പിന്നെ എൻ്റെ ഈ കാട്ടിക്കൂട്ടിലൊക്കെ പരാക്രമം കണ്ടപ്പോൾ അനൊക്കെ കുറേ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു വരാൻ പറഞ്ഞിട്ട്. എന്തിനു പറയുന്നത്, അവിടെ കിടക്കുന്ന പൈപ്പ് വരെ ഞാൻ പൊന്തിച്ച് നോക്കി എന്തുട്ടാന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നേരെ പോയത് ഈ വണ്ടികളുടെ അടുത്തേക്കാണ്. ഈ വണ്ടി കണ്ടപ്പോഴുണ്ടല്ലോ, ഇവിടെ റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന വണ്ടിയുണ്ട്, പിന്നെ ഈ ബൈക്കുണ്ട്. അറിയാതെ ഞാനൊരു നിമിഷം റൈഡർ കണ്ണാപ്പി ആയിപ്പോയി. സ്കൂൾ പറഞ്ഞ് ഇത്രയും ദിവസമായിട്ട് മക്കൾ എന്നും ഇതെടുത്ത് കളിക്കുന്നുണ്ട് വെച്ചാലും ഇതിനൊന്നും ഒരു കേടുപാട് പോലും ഇല്ല കേട്ടോ. അത്രയും നന്നായിട്ടാണ് ടീച്ചേഴ്സൊക്കെ ഇത് കെയർ ചെയ്യുന്നത്. ഇതൊരു ബൈക്കൊന്നുമല്ല കേട്ടോ, 2-3 ബൈക്കുണ്ട്, പിന്നെ ഒരു ജീപ്പ്, സാധനങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. പിന്നെ എൻ്റെ ക്യാമറമാൻ അനഘ TV കൂടെ ഹായ് ഒക്കെ തരുന്നുണ്ട്. TV വരെ ഉണ്ട് കേട്ടോ ഈ ക്ലാസ് റൂമിൽ.
TV ഒക്കെ ഇപ്പോൾ ഒരുവിധം എല്ലാ ഗവൺമെൻറ് സ്കൂളിലും ഉണ്ടല്ലേ, ഒരുവിധം വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പരതി കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചപ്പാത്തി പലക കണ്ടത്. എന്തിനാണെന്ന് അറിയാൻ പാടില്ല, ചപ്പാത്തി പലകയൊക്കെ വേണമെങ്കിൽ കിച്ചൺ സെറ്റിലുള്ളതായിരിക്കാം. ഓക്കെ, പിന്നെയായിരുന്നു ഈ ഫാൻ കണ്ടേ, അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളുണ്ടല്ലോ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ് ഇടയ്ക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടി ഈ ഫാനൊക്കെ എടുത്തിട്ടായിരുന്നു കാറ്റ് കൊള്ളുന്നുണ്ടായിരുന്നത്. മക്കൾക്കും അതിനായിരിക്കും ഓടിക്കളിച്ച് വരുമ്പോൾ ഒരു സമാധാനത്തിന് ഫാൻ്റെ കാറ്റൊക്കെ കൊള്ളാമല്ലോ. പിന്നെ ആ ക്ലാസ് റൂം പരതി കഴിഞ്ഞ് അനഘ വിളിയോട് വിളിയായിരുന്നു, ചേച്ചി ഫുഡ് കഴിക്കാം. അനഘയുടെ അമ്മ രാവിലെ തന്നെ ഞങ്ങളിവിടെ സേഫായിട്ട് ആക്കി പോയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ, ചോറും കൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ ഉച്ചയ്ക്ക് ഒരു 12:30 ശേഷം 2 കവറുമായിട്ടാണ് വന്നത് ഞങ്ങൾക്കുള്ള ഫുഡ്. ചോറും പിന്നെ ഒരു ഒഴിച്ചുകറി ഉണ്ടായിരുന്നു, പിന്നെ മുട്ട, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാട്ടോ ആൾ വന്നേ. ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ചേച്ചി ഉണ്ടാക്കി കൊണ്ടുവന്നത്. ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് പഴം പുഴുങ്ങി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ അവസാനമായിട്ട് ഈ ലൈസ് പാക്കറ്റും കൂടി കാലിയാക്കി. പിന്നെ കൈ കഴുകി അവിടെയൊക്കെ വെറുതെ ഒന്ന് കറങ്ങി നടന്നതിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും പ്രാക്ടീസിലേക്ക് വന്നത്. അനഘ ഡിഗ്രി ചെയ്യുന്നത് കോഴിക്കോട് കോളേജിലാണ്. അപ്പോൾ അവിടെ ഹോസ്റ്റലായതുകൊണ്ട് തന്നെ ശനി ഞായർ മാത്രമേ ഞങ്ങൾക്ക് പ്രാക്ടീസിന് കിട്ടത്തുള്ളൂ. പിന്നെ ഫെബ്രുവരി 13 എന്നുള്ളത് പെട്ടെന്ന് അങ്ങ് വരുമല്ലോ. അപ്പോൾ കിട്ടുന്ന സമയം കൊണ്ട് തന്നെ എല്ലാ സ്റ്റെപ്സൊക്കെ ഒന്ന് പഠിച്ചെടുത്ത് പിന്നെ പ്രാക്ടീസിന് സമയം കൊടുക്കാമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാനും അനഘയും തമ്മിൽ 6 വയസ്സിന് ഡിഫറൻറ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് ഒരിക്കൽ പോലും അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. നമ്മുടെ ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ തമ്മിലിരുന്ന് സംസാരിക്കുക, അങ്ങനെ ഒരു ടൈപ്പായിരുന്നു എല്ലാ കാര്യത്തിനും. എനിക്ക് എന്ത് സജഷൻ ഡാൻസിലുണ്ടെങ്കിലും എനിക്ക് ഓപ്പണായിട്ട് അവളോട് പറയാം, അവൾക്കും തിരിച്ചും അങ്ങനെ തന്നെയാണ്. പിന്നെ കഥയൊക്കെ പറഞ്ഞിരുന്ന നേരം വൈകി, സന്ധ്യയായി, 5:30 കഴിഞ്ഞ് അച്ഛൻ്റെ ഒരു വിളിയുണ്ട്, എപ്പോഴെത്തുന്നേ എന്ന് ചോദിച്ചിട്ട്. അനഘയുടെ വീട് സ്കൂളിൻ്റെ അവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമാണ് കേട്ടോ ഉള്ളൂ. എൻ്റെ വീട്ടിലേക്കാണെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് നൗഫൽ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് വേണ്ടിയുള്ള കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.